എപ്പിസോഡ് ഓപ്പണിംഗ് സീനിൽ ഇപ്പൊ വെസ്റ്റ് ബ്ലൂ സൈഡ് ആയിരിക്കും കാണിക്കുക. അവിടെയാണെങ്കിൽ ഒരുപാട് പൈററ്റ്സ് ഒക്കെ ഇറങ്ങി സാധാരണക്കാരായ ജനങ്ങളെ അറ്റാക്ക് ചെയ്യാൻ തുടങ്ങിക്കഴിഞ്ഞു. അത് മനസ്സിലാക്കിയ നേവിക്കാരാണെങ്കിൽ ഒരുപാട് നേവി ഫോഴ്സിനെ ഇപ്പൊ ഐലാൻഡിലേക്ക് കൊണ്ടുവരും. നേവിക്കാരാണെങ്കിൽ അവിടേക്ക് ഒഴുകി എത്തിയിട്ടും പൈററ്റ്സുകളുടെ ഇടയിൽ നിന്ന് ജനങ്ങളെ രക്ഷിക്കാൻ അവരെ കൊണ്ടാവില്ല. പൈററ്റ്സ് അവിടെ മുഴുവൻ ഉഴുതുമറിച്ച് ആ ഒരു ഐലാൻഡ് മുഴുവനായിട്ടും തീയിട്ട് കത്തിച്ചിരിക്കുകയാണ്. ഹെഡ് ക്വാർട്ടേഴ്സിലെ നേവി ഓഫീസേഴ്സിനാണെങ്കിൽ ഭയങ്കര കൺഫ്യൂഷൻ. വലിയൊരു യുദ്ധം അത് ഒരുപാട് പണിപ്പെട്ട് കംപ്ലീറ്റ് ചെയ്തതിന് ശേഷവും ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ അത് വീണ്ടും ഉണ്ടാവുമെന്ന് അവർ പ്രതീക്ഷിച്ചില്ല. വൈറ്റ് ബേർഡിന്റെ എല്ലാ ഏരിയാസും ഇപ്പൊ പൈററ്റ്സ് അവർ കയറി ഇറങ്ങുകയാണ്. അവിടെയുള്ള കൊച്ചു കൊച്ചു പൈററ്റ്സിനെയും ഒന്നും അറിയാത്ത സാധാരണക്കാരായ ജനങ്ങളെയും അവർ തല്ലി തല്ലി കൊല്ലും. ആ പൈററ്റ് ടീമിന്റെ നേതാവാണെങ്കിൽ ഒരു പാവം പൈററ്റിനെ അവനെ അങ്ങനെ പിടിച്ചു വലിച്ച്, ഇനി മുതൽ നിങ്ങളുടെ നേതാവ് വൈറ്റ് ബിയർഡ് അല്ല, ആള് കൊല്ലപ്പെട്ടു. നിങ്ങളുടെയും ഈ ഐലാൻഡിന്റെയും എല്ലാ നേതാവ് ഇന്നു മുതൽ ഞാനാണ്. ഹെവി ആൾക്കാരുടെ എല്ലാവരുടെ എക്സ്പെക്ടേഷൻ തെറ്റിച്ച് ഇപ്പോ പൈററ്റ്സ് അവരെല്ലായിടവും പോണ്ട് വിളയാടുകയാണ്. കട്ട് ചെയ്ത ഇപ്പൊ നമ്മുടെ ആൾക്കാരെ കാണിക്കും. പ്രിൻസസിന്റെ കപ്പലാണെങ്കിൽ അവിടേക്ക് എത്തിക്കഴിഞ്ഞു. പ്രിൻസസിനെ കാണേണ്ട താമസം അവളുടെ പൈററ്റ്സിനും ഭയങ്കര സന്തോഷം. ഇവാനും അവന്റെ ഐലാൻഡിലേക്ക് തിരികെ പോകാനുള്ള തയ്യാറെടുപ്പിലാണ്. അവൻ ലൂഫിയെ ജിംബയുടെ കയ്യിൽ ഏൽപ്പിക്കും. ജിംബയെ ആണെങ്കിൽ ലൂഫിയെ നോക്കാൻ തയ്യാറാണ്. പക്ഷേ അവൻ എന്തു പറഞ്ഞ് ആശ്വസിപ്പിക്കണം എന്ന് മാത്രം ആൾക്കറിയില്ല. ആക്ച്വലി ഇവാന് ജിംബയെ കണ്ടതിൽ ഭയങ്കര സന്തോഷമാണ്. അവർ രണ്ടുപേരും ഒരേ ജയിലിൽ തന്നെയായിരുന്നു. ഇവാൻ ആ ജയിലില് അവൻ അവന്റേതായ ഒരു സ്ഥലം തന്നെ സൃഷ്ടിച്ചെടുത്തു. അതേസമയം ജിംബൈ അവൻ ഒരുപാട് കഷ്ടപ്പെട്ട് നേവി സോൾജേഴ്സിന്റെ അറ്റാക്കൊക്കെ സഹിച്ച് അതിൽ ഒരുപാട് കഷ്ടപ്പെട്ടാണ് ജീവിച്ചത്. ലൂഫി വന്നതുകൊണ്ടാണ് അവർ രണ്ടുപേരും കാണാനിടയായതും ഇങ്ങനെ ഒരു ഫ്രണ്ട്ഷിപ്പ് അവർക്ക് ബിൽഡ് ചെയ്യാൻ പറ്റിയതും. അങ്ങനെ ഇവാനാണെങ്കിൽ ഒടുവിൽ ടാറ്റ ബൈബൈ ഒക്കെ പറഞ്ഞ് അവന്റെ ആളുകളുടെ കൂടെ ഗമപക ഐലാൻഡിലേക്ക് പോയി. ഇതിനുശേഷം പ്രിൻസസ് ആണെങ്കിൽ ഇപ്പൊ ലൂഫിയുമായിട്ട് അവളുടെ ഐലാൻഡിലേക്ക് വരികയാണ്. ആക്ച്വലി ലൂഫിക്ക് ഒഴികെ ബാക്കി ഒരു ബോയ്സിനും അവരുടെ ഐലാൻഡിലേക്ക് പ്രവേശനമില്ല. ഇപ്പൊ ഒരു കൂട്ടം ആണുങ്ങളാണ് അവരുടെ ഐലാൻഡിലേക്ക് വന്നോണ്ടിരിക്കുന്നത്. ഗേൾസ് ആണെങ്കിൽ ഷോക്കായിട്ട് അവരെ അറ്റാക്ക് ചെയ്യാൻ റെഡിയാവും. അവരാണെങ്കിൽ അറഞ്ചം പുറഞ്ചം അമ്പൊക്കെ എടുത്ത് അങ്ങനെ അറ്റാക്ക് ചെയ്യും. ട്രഫാൽഗർ ആണെങ്കിൽ ജസ്റ്റ് മിസ്സിന് അമ്പിൽ നിന്ന് രക്ഷപ്പെട്ട് പ്രിൻസസിന്റെ അടുത്തേക്ക് വരും. പ്രിൻസസ് പുറത്തേക്ക് വന്ന് ഇപ്പൊ ലേഡീസിനെ മുഴുവൻ സമാധാനിപ്പിക്കും. അവരെല്ലാവരും നമ്മുടെ ഫ്രണ്ട്സ് ആണ്, നമ്മൾ ഒരു കാരണവശാലും അവരെ അറ്റാക്ക് ചെയ്യാൻ പാടില്ല, നമ്മളിപ്പോ അവരെ സ്വീകരിക്കണം എന്ന് പറഞ്ഞ് അവർ കപ്പൽ മുൻപോട്ടേക്ക് കൊണ്ടുപോകും. ഉടനെ ആ ഗ്രാൻഡ്മ അവരിപ്പോ കപ്പലിന് മുൻപിലേക്ക് വരും. എന്നെ കൊണ്ട് പറ്റില്ല, ഒരു കാരണവശാലും ഈ കപ്പലിനെ ഞാൻ അകത്തേക്ക് കടത്തി വിടില്ല. ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം ഞാൻ കേട്ടു. ലൂഫി അവനെ മാത്രം ഈ ഐലാൻഡിലേക്ക് കടത്തിവിടാം, ബാക്കി ആരെയും ഐലാൻഡിലേക്ക് കടത്താൻ ഞാൻ അനുവദിക്കില്ല. ഈ ഐലാൻഡിന് അതിൻ്റെതായ ഒരു നിയമവും പോളിസിയും ഉണ്ട്. അത് പ്രിൻസസ് ആയിരുന്നാലും ആരായിരുന്നാലും ബ്രേക്ക് ചെയ്യാനായിട്ട് പാടില്ല. ഞങ്ങളുടെ ഐലാൻഡിൽ ഇഷ്ടം പോലെ ഡോക്ടേഴ്സും മെഡിക്കൽ ഫെസിലിറ്റിയും ഉണ്ട്. സോ നിങ്ങളുടെ സഹായം ഇനി ഞങ്ങൾക്ക് വേണ്ട എന്ന് ഗ്രാൻഡ്മ ട്രഫാൽഗറിനോട് പറയും. അതിന് ട്രഫാൽഗർ പറയും, ഞങ്ങളുടെ കപ്പലിലുള്ള മെഡിക്കൽ എക്യുപ്മെന്റ്സ് ഒരു കാരണവശാലും നിങ്ങളുടെ അടുത്ത് ഉണ്ടാവില്ല. മാത്രമല്ല ഇപ്പൊ ഇവനെ കപ്പലിൽ നിന്ന് മാറ്റിയ ലൂഫിയുടെ ജീവന് പോലും അത് വലിയ അപകടമാണ്. പ്രിൻസസ് ആണെങ്കിൽ അത് കേട്ട് ടെൻഷനാവും. അയ്യോ ഇല്ല ഇല്ല, ലൂഫിക്ക് ഒന്നും സംഭവിക്കാൻ പാടില്ല. ഉടനെ ആ ഗ്രാൻഡ്മ ഓക്കെ, ഒരു കാര്യം ചെയ്യാം, നിങ്ങൾ ഐലാൻഡിന്റെ അകത്തേക്ക് വരാൻ പാടില്ല. ഈ ഐലാൻഡിന്റെ ഒരു പ്രത്യേക ഭാഗമുണ്ട്, അവിടേക്ക് കപ്പൽ അടുപ്പിച്ച് നിങ്ങൾക്ക് അവിടെ കഴിയാം. അത് കേൾക്കുമ്പോ ഇപ്പൊ പ്രിൻസസിനും ഒരുപാട് ആശ്വാസമാവും. അവിടുന്ന് അങ്ങനെ ബ്ലാക്ക് ഔട്ട് ചെയ്ത 2 ആഴ്ച അവരിപ്പോ ഹാപ്പി ആയിട്ട് ആ ഐലാൻഡിൽ കഴിഞ്ഞു. ലൂഫിയുടെ ഹെൽത്തിന് ഇപ്പൊ നല്ല ഇംപ്രൂവ്മെന്റ് ഉണ്ട്. ആ ലേഡീസ് ആണെങ്കിൽ അവർക്ക് ആവശ്യമായിട്ടുള്ള ഫുഡ്, വെള്ളം എന്നിങ്ങനെ എല്ലാം എത്തിച്ചു കൊടുക്കും. മാർഗരറ്റ് ആണെങ്കിൽ ട്രഫാൽഗറിനോട് അടിക്കടി ലൂഫിയുടെ ഇംപ്രൂവ്മെന്റ്സിനെ കുറിച്ച് ചോദിച്ചു കൊണ്ടേയിരിക്കും. കട്ട് ചെയ്ത ഇവിടെ നമ്മുടെ പ്രിൻസസ് അവളാണെങ്കിൽ ലൂഫിയെ തന്നെ ഓർത്ത് ഫുഡൊന്നും കഴിക്കാതെ നിരാശയിലിരിക്കുകയാണ്. ഇവിടെ ലൂഫി അവന്റെ മനസ്സിൽ ഇപ്പോഴും ലാസ്റ്റ് ആയിട്ട് എയ്സിനെ രക്ഷിച്ചുകൊണ്ട് അവിടുന്ന് ഓടുന്ന രംഗം മിന്നി മാഞ്ഞുകൊണ്ടേയിരിക്കും. അടുത്ത നിമിഷം ലൂഫി അവൻ കണ്ണു തുറന്ന് എയ്സിന്റെ പേര് വിളിച്ച് നിലവിളിക്കും. ആ സബ്മറിയം പോലും തകർത്ത് ലൂഫിയെ എടുത്തു ചാടി പുറത്തേക്ക് വരികയാണ്. പുറത്തേക്ക് വന്ന ലൂഫിയെ കണ്ട് ഒരു സെക്കൻഡ് ട്രഫാൽഗർ പോലും ഷോക്കാവും. ലൂഫി ആണെങ്കിൽ നിലവിളിച്ചു കൊണ്ടേയിരിക്കും, എന്റെ ബ്രദർ എയ്സ്, അവൻ എവിടെ? എനിക്ക് എത്രയും വേഗം അവനെ കാണണമെന്ന് പറഞ്ഞ് അവൻ ബഹളം വയ്ക്കും. അത് കണ്ട മെഡിക്കൽ സ്റ്റാഫുകളെല്ലാം ഓടി വന്ന് ഇപ്പൊ ലൂഫിയെ പിടിച്ചു വെക്കാൻ ശ്രമിക്കും. പക്ഷേ ലൂഫി ആണെങ്കിൽ അവന്റെ സ്ട്രെങ്ത് ഉപയോഗിച്ച് അവരെ കറക്കി എറിയാണ്. ട്രഫാൽഗർ ആണെങ്കിൽ തീർത്തു പറയും, എങ്ങനെയെങ്കിലും ലൂഫിയെ പിടിച്ചേ പറ്റൂ. അവന്റെ ബോഡിയിലെ മുറിവ് അതിനെന്തെങ്കിലും തരത്തിലുള്ള ഇളക്കം തട്ടിയ അവന്റെ ജീവൻ നഷ്ടാവും. സോ അവനെ പിടിക്കാനായിട്ട് എല്ലാവരോടും പറയും. ഓൾറെഡി ജിംബയുടെ ബോഡിയിലും നല്ല രീതിയിൽ പരുക്ക് പറ്റിയതുകൊണ്ട് തന്നെ അവനെ കൊണ്ടാണെങ്കിൽ ലൂഫിയുടെ പിന്നാലെ ഓടാനാവില്ല. ഇവിടെ ലൂഫി അവൻ ആരും പറയുന്നതും കേൾക്കാതെ ഉഷാറായിട്ട് മുൻപോട്ടേക്ക് കുതിച്ചു
പായും. അല്പനേരം മുൻപോട്ടേക്ക് ഓടുമ്പോൾ ഒരു മരത്തിൽ തട്ടി അവൻ തെറിച്ചടിച്ച് വീഴാണ്. ഇതാണ് കറക്റ്റ് ഗ്യാപ്പ് എന്ന് പറഞ്ഞ് ആൾക്കാർ ഓടിപ്പോയി 4 ഭാഗത്തു നിന്നും പിടിച്ച് ലോക്ക് ചെയ്യാൻ ശ്രമിക്കും. അവരെല്ലാവരും ചേർന്ന് ലൂഫിയെ പിടിക്കാൻ ശ്രമിച്ചിട്ടും അവൻ അവരെ എല്ലാവരെയും കറക്കി ദൂരേക്ക് എറിയാണ്. അപ്പൊ ലോങ് ഷോട്ടിലായിട്ട് കുറച്ച് ലേഡീസ്, അവരാണെങ്കിൽ നമ്മുടെ ആൾക്കാർ എന്തൊക്കെയാ ചെയ്യണേന്ന് നോക്കി അങ്ങനെ വാച്ച് ചെയ്ത് നിൽക്കാണ്. ഗേൾസ് ആണെങ്കിൽ ഇപ്പൊ ലൂഫിക്ക് ബോധം വന്ന കാര്യം പ്രിൻസസിനോട് പറയാണ്. അവൾക്കാണെങ്കിൽ ഭയങ്കര സന്തോഷം. എനിക്ക് എത്രയും പെട്ടെന്ന് ലൂഫിയെ കാണണമെന്ന് പറഞ്ഞ് അവളിപ്പോ ലൂഫിയുടെ അടുത്തേക്ക് പോകാൻ തയ്യാറാവാണ്. അതിന് ഗ്രാൻഡ്മ പറയും, നിനക്ക് മാത്രമല്ല ഞങ്ങൾക്ക് എല്ലാവർക്കും അവനെ കാണാൻ ഒരുപാട് ആഗ്രഹമുണ്ട്. പക്ഷെ ഇപ്പൊ അത്രയും ബോയ്സിന്റെ അടുത്തേക്ക് നമ്മൾ പോകുന്നത് ശരിയല്ല. അവന്റെ അസുഖം എല്ലാം ഭേദമായതിനു ശേഷം അവൻ തന്നെ നമ്മുടെ ഐലാൻഡിലേക്ക് നമ്മളെ കാണാൻ വരും. അപ്പൊ മാത്രം അവിടേക്ക് പോയാൽ മതിയെന്ന് ആ ഗ്രാൻഡ്മ വിലക്കും. പ്രിൻസസ് ആണെങ്കിൽ ഇപ്പൊ ഭയങ്കര നിസ്സഹായാണ്. അവൾക്കാണെങ്കിൽ എന്താ പറയണ്ടെന്ന് അറിയാതെ അങ്ങനെ ഷോക്കായിട്ടിരിക്കും. പ്രിൻസസിന്റെ സിസ്റ്റേഴ്സ് ആണെങ്കിൽ അവളോട് ഫുഡ് കഴിക്കാൻ പറയും. നീ ഒരുപാട് ദിവസമായി പ്രോപ്പറായിട്ട് ഫുഡ് കഴിച്ചിട്ട് ഇനിയെങ്കിലും അല്പം ഫുഡ് കഴിക്ക്. അത് കേട്ട് പ്രിൻസസ്, നിങ്ങൾ എത്രയും വേഗം നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഡെലീഷ്യസ് ആയിട്ടുള്ള കുറെ ഫുഡ് ഉണ്ടാക്ക്. ലൂഫിക്ക് ഈ സമയത്ത് നല്ല നല്ല ഫുഡ് കൊടുക്കണം. അങ്ങനെയാണെങ്കിൽ അവന്റെ ഹെൽത്ത് വേഗം ബെറ്റർ ആവും. ഞാൻ ഹെൽപ്പ് ചെയ്യാന്ന് പറഞ്ഞ് അവളാണെങ്കിൽ അവൾ അസിസ്റ്റൻസിനോട് ഫുഡ് ഉണ്ടാക്കാനായിട്ട് പറയും. ലൂഫിക്കുള്ള ഫുഡ് അത് എന്റെ കൈകൊണ്ട് തന്നെ ഞാൻ ഉണ്ടാക്കി അവന് സെർവ് ചെയ്യും. ഗ്രാൻഡ്മയാണെങ്കിൽ അപ്പോഴും പറയും, ഇങ്ങനെ ഒരു സമയത്ത് നീ അവിടേക്ക് പോകാൻ പാടില്ല. അതിന് പ്രിൻസസ് അവൾ ഫുൾ കലിപ്പില്, ഞാനാണ് ഈ ഒരു ഐലാൻഡിന്റെ പ്രിൻസസ്, എനിക്കറിയാം ഞാൻ എന്ത് ചെയ്യണമെന്ന്. എനിക്ക് ആരുടെയും പെർമിഷന്റെയോ ഉപദേശത്തിന്റെയോ ആവശ്യമില്ല. ഞാൻ എനിക്ക് ഇഷ്ടമുള്ളത് ചെയ്യുന്നു പറഞ്ഞ് അവളിപ്പോ ദേഷ്യപ്പെട്ട് നിൽക്കും. ഗ്രാൻഡ്മയ്ക്കാണെങ്കിൽ എന്താ പറയണ്ടേന്ന് അറിയില്ല. ഗ്രാൻഡ്മയാണെങ്കിൽ ഒരു ഐലാൻഡിന്റെ ഗോൾഡൻ റൂൾസ് മാത്രമാണ് അവളോട് പറയുന്നത്. പക്ഷെ അവളുടെ ആവേശവും അവളോടുള്ള സ്നേഹമൊക്കെ കാണുമ്പോൾ ഗ്രാൻഡ്മയ്ക്ക് ഇപ്പോ ഉത്തരം ഉണ്ടാവില്ല. അതുമാത്രമല്ല, അവനെ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടി മാത്രമാണ് അവൾ ആ നേവി ഹെഡ്ക്വാർട്ടേഴ്സിലേക്ക് പോയത്. മാത്രമല്ല, അപകടം പറ്റിയ ലൂഫിയെ അവനെ ഒരുപാട് പ്രൊട്ടക്ഷനും സ്നേഹമൊക്കെ കൊടുത്ത് അവൾ ഇവിടേക്ക് കൂട്ടിക്കൊണ്ടുവന്നു. കട്ട് ചെയ്ത ആ കപ്പൽ കാണിക്കും. അതാണെങ്കിൽ മുഴുവനായിട്ടും തകർന്നിരിക്കുകയാണ്. കപ്പലിലുണ്ടായിരുന്ന എല്ലാവരും ചേർന്ന് അത് പ്രിപ്പയർ ചെയ്യാൻ തുടങ്ങും. ഇവിടെ ട്രഫാർഗൽ ലോയും ഡോക്ടേഴ്സും അവരാണെങ്കിൽ പ്രദേശം മുഴുവൻ കയറി ഇറങ്ങി ഇപ്പൊ ലൂഫി അന്വേഷിക്കുകയാണ്. ലൂഫിയുടെ പിന്നാലെ പോയ ജിംബയെയും ഇപ്പൊ കാണാനില്ല. കരടിക്കുട്ടം പറയും, നമുക്ക് എന്തുകൊണ്ട് ആ ഐലാൻഡിലേക്ക് പോയി അന്വേഷിച്ചുകൂടാ? അതിനവര് പറയും, അവിടേക്ക് പോയാൽ എല്ലാവരും കല്ലായി തീരും. നമുക്കാർക്കും ആ ഐലാൻഡിലേക്ക് പ്രവേശിക്കാനുള്ള പെർമിഷൻ ഇല്ല. ട്രഫാൽഗർ ആണെങ്കിൽ ഇപ്പൊ ലൂഫിയുടെ ക്യാപ്പ് അതും കയ്യിൽ പിടിച്ച് അതിലേക്ക് നോക്കി നിൽക്കും. കട്ട് ചെയ്ത ഇവിടെ ലൂഫി അവൻ ഏതോ ഒരു കാട്ടിലേക്ക് കയറി വന്ന് അവിടെയുള്ള എല്ലാ മരങ്ങളും ചെടികളും ഒക്കെ തല്ലി തകർത്ത് താഴിട്ടിരിക്കുകയാണ്. അപ്പോഴായിരിക്കും അവൻ യഥാർത്ഥത്തില് കോൺഷ്യസ് ആവുക. എനിക്ക് എന്താ പറ്റിയേ, ഞാനിപ്പോ എവിടെ ഉള്ളേന്നൊക്കെ ചോദിച്ച് അവൻ ചുറ്റും നോക്കും. അവന് ചുറ്റും വലിയ കാട്. അപ്പൊ അവന്റെ മനസ്സിലേക്ക് അവസാനമായിട്ട് എയ്സ് മരിച്ച് അവന്റെ മുൻപിൽ കിടന്ന ആ രംഗം ഓർമ്മ വരും. അവൻ നിലത്തേക്ക് വീണ് പൊട്ടിക്കരഞ്ഞ് അവിടെ ഉണ്ടായിരുന്ന മലയും ബാക്കിയുള്ള മരങ്ങളും എല്ലാം തന്നെ ഇപ്പൊ തല്ലി തല്ലി തകർക്കാൻ തുടങ്ങും. അല്പസമയം കഴിയുമ്പോ ജിംബൈ ആളിപ്പോ പതിയെ അവന്റെ അടുത്തേക്ക് നടന്നു വരും. ലൂഫിയുടെ മുഖവും അവന്റെ എക്സ്പ്രഷനൊക്കെ കാണുമ്പോ കൂട്ടുകാർക്കും കുറച്ചൊക്കെ പേടി തോന്നില്ലേ? എനിക്ക് പേടി തോന്നുന്നുണ്ട്. ലൂഫി ജിംബൈനോട് ചോദിക്കും, ഞാൻ ഈ കാണുന്നതും കണ്ടതും ഒക്കെ സത്യമാണോ? എയ്സ് അവനെ എനിക്ക് നഷ്ടപ്പെട്ടോ? അതിന് ജിംബൈ, അതെ, എയ്സിനെ നമുക്ക് എല്ലാവർക്കും നഷ്ടമായെന്ന് പറയും. ലൂഫി ഒരു നിമിഷം ചെറുപ്പം മുതൽ ഇതുവരെ അവർ ഒരുമിച്ച് ടൈം സ്പെൻഡ് ചെയ്ത കാര്യങ്ങളൊക്കെ മൈൻഡിലേക്ക് കൊണ്ടുവന്ന് നിലവിളിച്ച് കരയും. അത് കേട്ട് ജിംബയും അവന്റെ ഇമോഷൻസ് അത് കരഞ്ഞെങ്കിലും അവൻ തീർക്കട്ടെ എന്ന് കരുതി അവനെ ആശ്വസിപ്പിക്കാൻ ശ്രമിക്കുന്നതോട് കൂടെ ഈ ഒരു എപ്പിസോഡും അവസാനിക്കുന്നു. എപ്പിസോഡ് ഇഷ്ടപ്പെടുകയാണെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ. അടുത്തൊരു അടിപൊളി എപ്പിസോഡുമായിട്ട് കാണുന്നവരെ ഇറ്റ്സ് മീ വിത്ത് മല്ലു എപ്പിസോഡ്.